എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും ഒട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. പലരിടത്ത് എന്റെ PA ഗ്യാങ് നിൽക്കോ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ PAക്ക് എന്നെ കല്യാണം കഴിക്കണം. ഒന്നും കൂടി ആലോചിച്ചിട്ട് ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. ഒരു പയ്യൻ PA ആയിട്ട് അവന്റെ വൈഫും എന്റെ ഭയങ്കര അനിയത്തി അനിയനെ പോലെ ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവൻ എന്നെ കെട്ടണം. രാവിലെ ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം അടിച്ചെന്ന്. ഞാൻ നിന്റെ വൈഫോ? അവർ ലിവിങ് ടുഗദർ ആണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. കുഴപ്പമില്ല. അത് മാത്രമല്ല, അത് ബയോസെക്ഷലാണ്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, ഒരു വീട്, ചളിക്കോട്ടത്തെ ഒരു വീട് എടുത്തിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും, ഞാനൊരു ദിവസം ഓടി ചെല്ലുമ്പോഴത്തേക്കും ഈ പെണ്ണ് ഇന്നർ പോലും ഇല്ലാണ്ടാണ് അവിടെ ഇരിക്കണേ. ആ ലേഡി എന്റെ വേഷം വെച്ചിട്ടാണ് നീ വേശിയാണ്. എന്റെ ഫോണിലുണ്ട് മെസ്സേജ്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവൂലേ. ഞാൻ അതുകൊണ്ട് കാണിച്ചിട്ടുണ്ട് നിന്റെ വീഡിയോ ഒക്കെ. ഞാൻ കണ്ടു. എന്ത് വീഡിയോ? ഞാൻ ഒരാളുടെ കൂടെ കിടക്കണോ? ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊറിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. ഇപ്പൊ എല്ലാരും കോമൺ ആയിട്ട് ആൺപിള്ളേരും പെൺപിള്ളേരായിട്ട് ഒരു വീട്ടിൽ 5-6 പേരൊക്കെ ആയിട്ട് താമസിക്കണേ. അതൊന്നും നിയമത്തിലില്ല. പക്ഷെ ഞാൻ എന്നെ വേശി വിളിക്കുന്നു. അതെങ്ങനെ ശരിയാവുക? എന്റെ അടി വന്ന് വേശിയാ കൊടുക്കുന്ന ആൾക്കാരോട് എനിക്ക് ശരിയാ തോന്നാറുള്ളൂ. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഈ ഒരു ലേഡി ഒരു ദിവസം ഇങ്ങനെ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ എനിക്കറിയാം പേയ്മെന്റൊക്കെ. എനിക്ക് ചാൻസ് വന്നിട്ടുള്ള ആള് എനിക്ക് പറഞ്ഞിട്ടുള്ള 5000 രൂപ ഒരാളുടെ കൂടെ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഈ സ്ത്രീകള് പെട്ടുപോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവില്ല. അതിപ്പോ സിനിമ ഫീൽഡിലായാലും സെക്സ് ആരുടെ കൂടെ വേണമെങ്കിലും കിട്ടും അല്ലേ? പെണ്ണാണ്, രൂപൊന്നും വേണ്ട. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? സിനിമയ്ക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ചിലപ്പോ ഫോട്ടോസ് ഇട്ട് കൊടുക്കും. സ്നേഹിത, സമയം കളയാണ്ട് നല്ല കുട്ടികളുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്. അങ്ങനെ ഈ സണ്ണി ലോണൊക്കെ എപ്പോഴേ തൂങ്ങിച്ചാവണം അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുമ്പോ ഞാൻ പറയും ആഹാ അത്രയാണോ ശരി എന്നും പറഞ്ഞു. ഞാൻ 2-3 ഫോട്ടോസ് നേരെ സ്റ്റുഡിയോ പോയിട്ട് ഞാൻ പറയും ഫോട്ടോ കളാന്ന് പറയും. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വന്നാൽ വലഞ്ഞു പോകത്തേ ഉള്ളൂ. ഷർട്ടൊക്കെ കഴിച്ച് ഞാൻ ഫോട്ടോ എടുത്തു, എന്നിട്ട് പോസ്റ്റ് ചെയ്തു. എന്നെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ചങ്കുച്ചവനില്ല. ഇപ്പൊ ആർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റും? എന്റെ ബ്രായിട്ടുള്ള ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞു. അത് പുത്തി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്.